എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് തന്നെ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഈ ഒരു +1 അപേക്ഷ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. നിങ്ങളിൽ പലരും അപേക്ഷിച്ചിട്ടുണ്ടാവും, അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ അപേക്ഷിക്കാവുന്നതാണ്. എന്നാലും ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്നുകിൽ വെബ്സൈറ്റിലെ തകരാറ് മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലം പലരുടെയും അപേക്ഷ ഫൈനൽ സബ്മിഷൻ ആവാതെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അപേക്ഷയ്ക്ക് പ്രധാനമായും 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടവും 2 കാൻഡിഡേറ്റ് ലോഗിൻ വഴി നേരത്തെ ക്രിയേറ്റ് ചെയ്ത കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ വിവരങ്ങളും ഓപ്ഷനുകളെല്ലാം നൽകി ഫൈനൽ സബ്മിഷൻ നൽകുന്ന രണ്ടാമത്തെ ഘട്ടവും. പല വിദ്യാർത്ഥികളും +1 അപേക്ഷ സമർപ്പിച്ച പല വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ഈ ഒരു ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് വെബ്സൈറ്റിലെ തകരാറ് മൂലമാവാം, നിങ്ങളുടെ അശ്രദ്ധ മൂലമാവാം, ഏത് രീതിയിലായാലും നിങ്ങൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ വരും. അപേക്ഷ നൽകി അലോട്ട്മെൻറ്റ് കിട്ടും, അലോട്ട്മെൻറ്റ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത്, നിലവിലെ അവസ്ഥ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി പ്രത്യേകിച്ച് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ ഈ കാര്യം അവരെ കൂടി അറിയിക്കാനോ ശ്രദ്ധിക്കുക. കാരണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 17,000-ഓളം വിദ്യാർത്ഥികൾ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ ബാക്കിയുണ്ട്. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആദ്യഘട്ടം മാത്രം ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത 17,000-ഓളം കുട്ടികൾ ഇന്നലെ വൈകിട്ട് 5 മണി വരെയുള്ള കണക്ക് പ്രകാരം, അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ആ ഒരു കണക്ക് പ്രകാരം ബാക്കിയുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ഈ കാര്യം അറിയിക്കുക, അല്ലെങ്കിൽ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ എങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ യൂസർ നെയിം. ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇൻ്റർനെറ്റ് കഫേകൾ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ചെയ്തവർക്ക് ആ ഒരു പാസ്വേഡ് അവർ തന്നിട്ടും ഉണ്ടാവും. ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾ അപേക്ഷിച്ച ജില്ലയും സെലക്ട് ചെയ്ത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഇനി അതെങ്ങനെ ചെയ്യണം എന്ന് അറിയാത്ത വിദ്യാർത്ഥികൾക്കായി നേരത്തെ അപേക്ഷാ സമർപ്പണത്തിൻ്റെ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിരുന്നു. അതിൽ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കൃത്യമായി നിങ്ങളെ കാണിക്കുന്നുണ്ട്. സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി നിങ്ങളുടെ പേരും മറ്റ് ചില വിവരങ്ങളും കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ, സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. അത് പ്രധാനമായും 3 രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അതിൽ ഒന്നാമത്തത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലിക്കേഷൻ സബ്മിഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആദ്യഘട്ടം മാത്രമേ ഈ ഒരു വിദ്യാർത്ഥി ചെയ്തിട്ടുള്ളൂ. അപേക്ഷാ സമർപ്പണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല, കൃത്യമായി അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ അപേക്ഷയിൽ കാണിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം, തൊട്ടു താഴെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, നിങ്ങളുടെ ഓപ്ഷനുകളും കാര്യങ്ങളുമെല്ലാം നൽകി ഫൈനൽ സബ്മിഷൻ ചെയ്തിരിക്കണം. അത് സ്വന്തമായി ചെയ്യാം. ഇൻ്റർനെറ്റ് കഫേകൾ വഴി, അക്ഷയ കേന്ദ്രങ്ങൾ വഴി, സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് വഴിയൊക്കെ ചെയ്യാം. ഇനി രണ്ടാമത്തെ രീതി, നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയായിരിക്കും അവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കാണിക്കുന്നത്. അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ്, ഹെൻസ് അപ്ലിക്കേഷൻ വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്. അപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കില്ല. അത് കൃത്യമായി അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ തൊട്ടു താഴെ എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണാം. അതായത് ഈ ഒരു വിദ്യാർത്ഥിയുടെ അപേക്ഷ പകുതി വരെ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്
ബാക്കി വിവരങ്ങൾ ഓപ്ഷനുകൾ ഉൾപ്പെടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ കോമ്പിനേഷനുകൾ, അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്, പലർക്കും അറിയാം. ആ ഒരു ഓപ്ഷനുകൾ ഉൾപ്പെടെ നൽകി ഫൈനൽ കൺഫർമേഷൻ, ഫൈനൽ സബ്മിഷൻ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തെ വിഭാഗം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ഹെൻസ് അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്. പച്ച നിറത്തിൽ ഇപ്പോൾ കാണുന്നത് പോലെയാണ് കാണുന്നതെങ്കിൽ യാതൊന്നും പേടിക്കാനില്ല. നിങ്ങളുടെ അപ്ലിക്കേഷൻ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ആ ഒരു പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നൽകിയ അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രിൻ്റ് ഔട്ട് ലഭിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരെ, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നത് വരെ നിങ്ങൾ അപേക്ഷ കൃത്യമായി നൽകിയിരിക്കണം. അല്ലാതെ നേരത്തെ രണ്ട് രീതിയിൽ, വീണ്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് രീതിയിലുമാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്കിൽ ഉടൻ തന്നെ +1 പ്രവേശനത്തിൻ്റെ അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 17,000-ഓളം വിദ്യാർത്ഥികൾ വെറുതെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യഘട്ടം മാത്രം ചെയ്ത് അപേക്ഷാ സമർപ്പണം ചെയ്യാതെ ഇരിക്കുന്നുണ്ട്, ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കുക. ഒന്നുകിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും, ഇനി അങ്ങോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഏറ്റവും അവസാനം വേക്കൻസി അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.